ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ ചന്ദ്രമതിയെ കൊണ്ട് നല്ല ഒന്നാം തരത്തില് സച്ചിയും അതുപോലെ തന്നെ ശ്രീകാന്തും ഒക്കെ കൂടി കൈക്കും കാലിനും ഒക്കെ പിടിച്ച് ആ ഒരു കഷായം അങ്ങ് കുടിപ്പിക്കുകയാണ്. നമ്മുടെ മുത്തശ്ശിയുടെ വൈദ്യമല്ലേ. എന്തായാലും ചന്ദ്രമതി അത് വളരെ വിഷമിച്ചാണ് ഇറക്കിയത് തന്നെ. അതിനുശേഷമാണെങ്കിലോ സച്ചി പറയുന്നുണ്ട്, ദേ നിങ്ങൾക്കിപ്പോൾ കലക്കി തന്നതുണ്ടല്ലോ, നിങ്ങൾ 6 മാസം തന്നെ ഇവിടെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പിൽ നിങ്ങൾ ഇരുത്താൻ വേണ്ടി തന്നെ ഞാൻ അതിനകത്ത് വേറെയും കുറച്ച് മരുന്നുകളൊക്കെ ചേർത്തു എന്ന് പറയുമ്പോൾ ചന്ദ്രമതിയാണെങ്കിൽ എടാ സത്യമാണോ നീ ഈ പറയുന്നതെന്നും പറഞ്ഞ് വിഷമിച്ചിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ സുധി പറയാണ്, അയ്യോ എൻ്റെ അമ്മ 6 മാസം കൂടി ഇനി ഈ ഇരിപ്പിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ കല്യാണം ഇനി നീട്ടിവെക്കേണ്ടി വരുമല്ലോ എന്ന് പറയുമ്പോൾ ദേ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായില്ലേ നിങ്ങളുടെ മകൻ്റെ മനസ്സിലിരിപ്പ്. അവൻ എന്ത് വന്നാലും അമ്മ ഉണ്ടേലും അമ്മ ഇല്ലേലും അവൻ്റെ കല്യാണം നടക്കണം, അത് തന്നെ എന്നും പറഞ്ഞ് സച്ചി ശ്രുതിയെ കളിയാക്കുകയാണ്. പിന്നീട് നമ്മുടെ ശ്രുതിയെ കാണിക്കുക കേട്ടോ. അപ്പം അതാ ശ്രുതിയാണെങ്കിൽ പിയെ വിളിച്ചതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുമ്പം അവളുടെ കൂട്ടുകാർ വന്ന് ചോദിക്കുക, അല്ലടി എന്താ നിൻ്റെ ഉദ്ദേശം, എന്താ നിൻ്റെ തീരുമാനം എന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ എന്താടി ചെയ്യേണ്ടത്, അയാൾ എന്നെക്കുറിച്ചുള്ള സകല സത്യങ്ങളും ഒക്കെ മനസ്സിലാക്കി. ആദ്യം എൻ്റെ മകനാണെന്നും എൻ്റെ പേര് കല്യാണിയാണെന്നും എൻ്റെ ഭർത്താവ് മരിച്ചുപോയതാണ് എന്ന് വരെയുള്ള കാര്യങ്ങൾ അയാൾ കണ്ടെത്തി. ഇനി ഞാൻ എന്ത് ചെയ്യും, അയാളതേ നാളെ എന്നെ ഹോട്ടലിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണെന്നും പറഞ്ഞ് കൂട്ടുകാരിയുടെ അടുത്ത് പറയുമ്പോഴത്തേക്കിനും കൂട്ടുകാരിയാണെങ്കിൽ അവൻ്റെ കരണം അടിച്ചു പോയിക്കാനായിട്ട് ആളില്ലാത്തത് കൊണ്ടാണ്, എന്ത് ചെയ്യാനാണ് എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പം അവൾ പറഞ്ഞു, നമ്മുടെ ശ്രുതി ദേ എന്ത് വന്നാലും അയാളെ പോയി കാണണം. അപ്പം നീ അങ്ങനെ ഒരു തീരുമാനം എടുക്കുവാണോ? എടി ഞാൻ എന്താ ചെയ്യേണ്ടത്, അയാളെ കാണണം, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതി രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. അപ്പം കൂട്ടുകാരി വിലക്കുന്നുണ്ട്, വേണ്ട മോളെ ഇനി കല്യാണത്തിന് 1-2 ദിവസമേ ഉള്ളൂ, നീ ആ കാര്യം മറക്കരുത്, നിനക്ക് നല്ലൊരു ജീവിതമാണ് വരാൻ പോകുന്നത്, ദേ ഈ കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെയും ഒതുക്കി തീർക്കണമെന്നൊക്കെ പറഞ്ഞ് ശ്രുതിയും ഇങ്ങനെ സംസാരിക്കുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ ചന്ദ്രമതിയുടെ ആ ഒരു കയ്യിലിരിപ്പ് അതിന് തക്ക ഫലം കിട്ടിയെന്നും പറഞ്ഞ് നമ്മുടെ അച്ചമ്മയും അതുപോലെ രവിയും ഒക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യാനാണ്, ഇവളുടെ നാവ് ദോഷത്തിന് ഇപ്പോൾ ഒക്കെ എല്ലാം അപ്പം തന്നെ കിട്ടുന്നുണ്ട്. എന്തായാലും ചെയ്തു കൂട്ടിയ പ്രവർത്തികൾക്കുള്ള ശിക്ഷ ചന്ദ്രമതി സ്പോട്ടിൽ വാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിൽ സച്ചിയും പറയുമ്പോഴത്തേക്കിനും ചന്ദ്രയാണെങ്കിലും ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വന്നിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ചന്ദ്രയ്ക്ക് സുധിയുടെ കല്യാണത്തിൻ്റെ സമയമാകുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നടക്കണം, ഇത് മാത്രമേ പുള്ളിക്കാരിക്ക് ആഗ്രഹമുള്ളൂ. അങ്ങനെ നമ്മുടെ പിയെ വിളിച്ചതനുസരിച്ച് നമ്മുടെ ശ്രുതി ആ ഒരു ഹോട്ടൽ റൂമിൽ ചെല്ലുകയാണ്. അപ്പോൾ പി ആണെങ്കിലോ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട്, ആ പുള്ളിക്കാരന് അത്യാവശ്യം നല്ല പരിചയമുള്ളൊരു ഹോട്ടൽ തന്നെയാണ്, പുള്ളി അത്യാവശ്യം ഒരു ചുറ്റിക്കളിയും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു പുള്ളിക്കാരനാണ്. അങ്ങനെ ആള് നേരെ ചെന്നിട്ട് ആ ഒരു റിസപ്ഷനിൽ ചെന്നിട്ട് എൻ്റെ റൂം റെഡിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം ആ ഒരു മാനേജർ പറഞ്ഞു, സാറ് എല്ലാ മാസം ഇവിടെ വരുന്നതാണല്ലോ, ദേ സാറിനെ കാത്ത് ഇന്ന് ആ കക്ഷി അവിടെ നേരത്തെ വന്നിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ പുള്ളിക്കാരൻ വലിയ സന്തോഷത്തിൽ ആ ഒരു താക്കോലും ഒക്കെ വാങ്ങിക്കൊണ്ട് ഇങ്ങ് വരികയാണ്. അപ്പൊ പുള്ളി ഇങ്ങനെ വരുന്ന ആ ഒരു സമയത്താണെങ്കിലോ ഈ ശ്രുതി ഇത്ര പെട്ടെന്ന് ഈ കാര്യങ്ങൾക്കൊക്കെ തയ്യാറാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കുറെ കാലത്തെ എൻ്റെ ആഗ്രഹമാണ്, അവൾ ആ മേഡത്തിന്റെ ഓഫീസിൽ വരാൻ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇയാളിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ച് സ്വപ്നമൊക്കെ കണ്ടുവരിക. അങ്ങനെ പുള്ളി ആ ഒരു റൂം തുറന്നു. അതിനകത്ത് കയറുന്ന ആ ഒരു സമയത്താണെങ്കിലോ പുള്ളിക്കാരൻ്റെ കയ്യിൽ ഒരു കിറ്റും അതിനകത്ത് കുറച്ച് സാധനമൊക്കെ ഉണ്ട്. അപ്പം പുള്ളി എല്ലാം എടുത്ത് ആ ഒരു ടേബിളിലൊക്കെ ഇങ്ങനെ നിരത്തി വെക്കുമ്പം എന്താണ് നാണമാണോ തിരിഞ്ഞിരിക്കുന്നത് എന്താന്നൊക്കെ ചോദിക്കുമ്പം ഇവൾ ഒരു അക്ഷരം പോലും മിണ്ടാതെ അവൾ തിരിഞ്ഞു തന്നെ അങ്ങ് ഇരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ദേ നീ ഇങ്ങ് നോയിക്കേ, ഇതേ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് പോലും വാങ്ങിക്കൊടുക്കാത്ത സാധനങ്ങളാണ് എന്നും പറഞ്ഞ് ഒരുപാട് സാധനങ്ങൾ, അതിൻ്റെ കൂടെ മുല്ലപ്പൂവും പിന്നെ എന്തൊക്കെയോ സെൻറ്റും സാധനങ്ങളും ഒക്കെ പുള്ളിക്കാരൻ എടുത്ത് അവിടെ ഇങ്ങനെ നിരത്തി വെച്ചു. അതിനുശേഷം എന്താ നിനക്ക് നാണമാണോന്നും ചോദിക്കുമ്പോഴത്തേക്കിനും അവൾ അങ്ങ് തിരിഞ്ഞു നിൽക്കുകയാണ്. തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് പുള്ളിക്കാരന് കിട്ടിയ ആ ഒരു പണി പുള്ളി ഇങ്ങനെ ആലോചിക്കുന്നത്. 8ന്റെ അല്ല 16ന്റെ പണിയാണ് പുള്ളിക്ക് കിട്ടിയത്. അങ്ങനെ ആശാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് സ്വന്തം ഭാര്യയെ തന്നെയാണ്. ഇവളെ കണ്ട് ഞെട്ടുമ്പം എടാ വൃത്തികെട്ടവനെ, നീ ഇത്രയും കാലവും എന്നെ ചതിക്കുമായിരുന്നു അല്ലേ എന്നും പറഞ്ഞ് ആ ഭാര്യ ഇങ്ങനെ എഴുന്നേറ്റ് വന്നു. അവൻ്റെ കാരണം നോക്കി 2-3
അടി അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പം പുള്ളിക്കാരി വന്നത് കുഞ്ഞിനെയും കൂട്ടിയിട്ടാണ്. മോളെ കൂട്ടി നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് അയാൾ ചോദിക്കുമ്പോഴത്തേക്കിനും അതെ, തൻ്റെ ഈ ഒരു സ്വഭാവം എൻ്റെ മോളും മനസ്സിലാക്കട്ടെ. ഇനി എന്തായാലും തന്നെ പോലെയുള്ള ഒരു വൃത്തികെട്ടവനെ എനിക്ക് ആവശ്യമില്ല. ഇനി എന്നെ എൻ്റെ കൊച്ചിനെയും തിരക്കി വീട്ടിലേക്ക് വരരുതെന്നും പറഞ്ഞ് ആ ഭാര്യ അവിടുന്ന് ഇവനിട്ട് ഒന്നും കൂടി കൊടുത്തിട്ട് അവിടുന്ന് ഇറങ്ങി പോവാൻ തുടങ്ങുമ്പോൾ ആ ഒരു ഡോറിന് വെളിയിൽ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് നമ്മുടെ ശ്രുതിയും കൂട്ടുകാരിയും. അപ്പം അതാ ശ്രുതി തന്നെ മനഃപൂർവ്വം പെടുത്തിയതാണ് എന്ന് മനസ്സിലായ PA ആണെങ്കിലോ അവളെ കൊല്ലാനുള്ള അരിശത്തോടു കൂടി അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ശ്രുതി ആണെങ്കിലോ അവൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എടാ ഇത്രയും വർഷം നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ ജീവിച്ച നിന്റെ ഭാര്യയല്ലേ ഇപ്പം അങ്ങ് അടിച്ചിട്ട് പോയത്. അതെ, അതെൻ്റെ ഒരു വാശിയായിരുന്നു. അവരെ കൊണ്ട് തന്നെ നിന്റെ കരണത്തെ രണ്ട് തരിക്കണമെന്ന്. എന്തായാലും അതിപ്പോൾ നടന്നു കിട്ടിയല്ലോ, എനിക്ക് വലിയ ആശ്വാസമായി എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് ചിരിക്കുമ്പോഴത്തേക്കിനും സകലത നഷ്ടപ്പെട്ട് PA ആണെങ്കിലോ നമ്മുടെ ശ്രുതിയെ വെല്ലുവിളിക്കാണ്. എടി, നീയും ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞാണല്ലോ ഇപ്പോൾ ഒരു കല്യാണം നടത്താൻ പോകുന്നത്. അതുകൊണ്ട് അതിന് വലിയ ആയുസൊന്നും ഉണ്ടാവില്ല. നിന്റെ കല്യാണ ദിവസം അതെങ്ങനെ മുടക്കണമെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞ് അയാൾ തിരിച്ചും വെല്ലുവിളിച്ചു. വലിയ പഞ്ചിന് ഡയലോഗൊക്കെ അടിച്ചു പോയ നമ്മുടെ ശ്രുതി ആണെങ്കിലോ ഇവനെ ഇങ്ങനെ വിട്ടാലും പറ്റില്ല എന്ന് തീരുമാനിച്ച് നേരെ അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഈ ശ്രുതിയുടെയൊക്കെ ഒരു മേടം ഉണ്ടല്ലോ, പുള്ളിക്കാരിയുടെ അടുത്ത് പോയി സംസാരിക്കുകയാണ്. ആ മേഡം ആണെങ്കിലോ ഈ PA വിളിപ്പിച്ചു. അപ്പം അയാളും പറയുന്നുണ്ട്, അതെ മേഡം, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്, എന്നോട് ക്ഷമിക്കണം, എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടരുത് എന്നൊക്കെ പറഞ്ഞ് ആ മേഡത്തിൻ്റെ അടുത്ത് കെഞ്ചുമ്പോഴാണെങ്കിലോ മേഡം പറഞ്ഞു, എടാ നീ ഇത്രയും കാലമായിട്ടും ഈ കൊച്ചിനെ ശല്യം ചെയ്തിട്ട് അവൾ എന്നോട് ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. പിന്നെതാ ഇപ്പോൾ അവൾ അത് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയും നീ ദ്രോഹം ചെയ്തിട്ടായിരിക്കും ഒരു പെങ്കൊച്ചിനെ ഹോട്ടൽ റൂമിലേക്ക് വരെ ക്ഷണിക്കാനായിട്ടുള്ള മനസ്സ് കാണിച്ച് നിന്നെ അതും ദേ വെറുതെ അങ്ങ് പറഞ്ഞു വിട്ടാൽ പോരാ. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫുകളെ വെച്ച് രണ്ടടി തന്നാണ് നിന്നെ വിടേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ ശ്രുതി നിന്നോട് ചെയ്തത് കറക്റ്റ് കാര്യം തന്നെയാ. നിന്റെ ഭാര്യയെ കൊണ്ട് തന്നെ നിന്റെ കരണത്തടിപ്പിച്ചില്ലേ അവള് മിടുക്കിയാടാന്ന് പറഞ്ഞു. അപ്പം എല്ലാം കൊണ്ടും നമ്മുടെ PA തകർന്നടിഞ്ഞ് നിൽക്കുക, ശ്രുതിയെ കൊല്ലാനുള്ള ദേഷ്യത്തോടു കൂടി. അങ്ങനെ PA ആണെങ്കിലോ നേരെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുക. ഒരുപാട് പ്രാവശ്യം മേഡത്തോട് പറഞ്ഞിട്ടും മേഡം അമ്പിനും വില്ലിനും അടുക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും പുള്ളിക്കാരനാണെങ്കിലോ പിന്നെ ആ ഒരു ദേഷ്യം മുഴുവനും നമ്മുടെ ശ്രുതിയോട് തീർക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ശ്രുതി സ്കൂട്ടി എടുത്ത് വെളിയിലേക്ക് വരുന്ന ആ ഒരു സമയത്താണെങ്കിലോ അവളുടെ വണ്ടി തടഞ്ഞു വെച്ചിട്ട് ഇയാൾ സംസാരിച്ചു, അതെ നിന്റെ കല്യാണം അടുത്ത ദിവസമാണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്തായാലും ആ കല്യാണത്തിന് നീ നല്ല രീതിയിലൊന്നും നിൽക്കില്ല മോളെ. നിന്റെ സകല സന്തോഷങ്ങളും തല്ലിക്കെടുത്താനായിട്ട് ഈ ഞാൻ വിചാരിച്ചാൽ നടക്കും. കേട്ടോടി കല്യാണി എന്ന് പറയുക. അപ്പം ഇതൊക്കെ കേട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന നമ്മുടെ ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ ആ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ആകുന്നത്. അപ്പോൾ ദാ നമ്മൾ നാളെ എന്തായാലും നെക്സ്റ്റ് വീക്ക് പ്രമോ വിശേഷമൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.